എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026ന്റെ 44ാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള ആവേശകരമായ പോരാട്ടത്തിനാണ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ടോസ് നേടിയ മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ തുടക്കം അവർക്ക് അനുകൂലമായിരുന്നില്ല. വെറും 1 റൺസ് എടുത്ത വിൽ ജാക്സനെ തുടക്കത്തിൽ തന്നെ അവർക്ക് നഷ്ടമായി. പിന്നീട് ക്രീസിൽ അമിച്ച റയാൻ റിക്കൽട്ടനും നമൻ ധീറും ചേർന്ന് അതിമനോഹരമായി ഇന്നിംഗ്സ് കെട്ടിപ്പടുത്തു. 37 റൺസ് എടുത്ത റിക്കൽട്ടൺ മികച്ച ഫോമിലായിരുന്നെങ്കിൽ മറുഭാഗത്ത് നമൻ ധീർ ചെന്നൈ ബോളർമാരെ കടന്നാക്രമിച്ച് 37 പന്തുകളിൽ നിന്ന് 4 ഫോറുകളും 3 സിക്സറുകളും അടക്കം 57 റൺസ് അടിച്ചുകൂട്ടി. സ്പിന്നർമാർക്കെതിരെ മികച്ച ഫുട്വർക്കോട് മൈതാനത്തിന്റെ എല്ലാ മൂലയിലേക്കും അവൻ പന്തെത്തിച്ചു. എന്നാൽ മധ്യനിരയിൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. സൂര്യകുമാർ യാദവ് 21 റൺസ് എടുത്ത് പുറത്തായപ്പോൾ തിലക് വർമ്മ വെറും 5 റൺസുമായി മടങ്ങി. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയിൽ നിന്ന് ആരാധകർ ഏറെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 23 പന്തുകളിൽ നിന്ന് 18 റൺസ് മാത്രമെടുത്ത് അദ്ദേഹം വല്ലാതെ പാടുപെട്ടു. ചെന്നൈ ബൌളർമാർ ഹാർദിക്കിനെ സ്വതന്ത്രമായി കളിക്കാൻ അനുവദിച്ചില്ല. അവസാന ഓവറുകളിൽ മുംബൈയുടെ സ്കോറിംഗ് വേഗത കുറഞ്ഞെങ്കിലും ട്രെന്റ് ബോൾട്ട് നേരിട്ട 2 പന്തുകളിൽ നിന്ന് 7 റൺസ് എടുത്ത് ടീമിന് ചെറിയൊരു ആശ്വാസം നൽകി. അങ്ങനെ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് 159 എന്ന ഭേദപ്പെട്ട സ്കോറിലെത്തി. 160 റൺസ് എന്ന ലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തുടക്കവും അത്ര എളുപ്പമായിരുന്നില്ല. സ്കോർ ബോർഡിൽ വെറും 13 റൺസ് നിൽക്കെ 1.6 ഓവറിൽ 11 റൺസ് എടുത്ത് സഞ്ജു സാംസൺ പുറത്തായി. സ്കോർ ബോർഡിൽ വലിയ സംഭാവന നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഡ്രസ്സിംഗ് റൂമിൽ സഞ്ജു നൽകിയ ഊർജ്ജവും തന്ത്രങ്ങളും എത്രത്തോളമായിരുന്നുവെന്ന് പിന്നീട് കാർത്തിക് ശർവയുടെ വാക്കുകളിലൂടെ ലോകമറിഞ്ഞു. സഞ്ജുവിന്റെ പുറത്താകലിനു ശേഷം മൈതാനത്ത് കണ്ടത് ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദിന്റെ ക്ലാസിക് ഇന്നിംഗ്സാണ്. വളരെ ക്ഷമയോടെ തുടങ്ങിയ അദ്ദേഹം പവർ പ്ലേയിൽ ടീമിനെ 62 റൺസിലെത്തിച്ച് ചേസിംഗിന് ശക്തമായ അടിത്തറ പാകി. ഗേക്വാദിന് മികച്ച പിന്തുണയുമായി എത്തിയ ഉർവിൽ പട്ടേൽ വെറും 12 പന്തിൽ 24 റൺസ് എടുത്ത് മുംബൈ ബോളർമാരെ സമ്മർദ്ദത്തിലാക്കി. ഇരുവരും ചേർന്ന് 49 റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തിയെങ്കിലും 5.4 ഓവറിൽ ഉർവിൽ പുറത്തായി. തുടർന്നാണ് ഈ കഥയിലെ നായകൻ യുവതാരം കാർത്തിക് ശർമ്മ ക്രീസിലെത്തുന്നത്. തുടക്കത്തിൽ പിച്ചും സാഹചര്യവും മനസ്സിലാക്കാൻ അല്പം സമയമെടുത്ത കാർത്തിക് പിന്നീട് ഗേക്വാദുമായി ചേർന്ന് ചെന്നൈയുടെ വിജയം ഉറപ്പിച്ച 98 റൺസിന്റെ അപരാജിത കൂട്ടുകെട്ട് സൃഷ്ടിച്ചു. സമ്മർദ്ദഘട്ടങ്ങളിൽ പതറാതെ വലിയ ഷോട്ടുകൾ കളിച്ച കാർത്തിക് 40 പന്തുകളിൽ നിന്ന് 4 ഫോറുകളും 3 സിക്സറുകളും അടക്കം 54 റൺസ് പുറത്താകാതെ നിന്നു. തന്റെ IPL കരിയറിലെ കന്നി അർദ്ധ സെഞ്ചുറി കൂടിയായിരുന്നു ഇത്. ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് കളിച്ച ഗേക്വാദ് 47 പന്തിൽ 67 റൺസുമായി ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചു. അങ്ങനെ 18.1 ഓവറിൽ 160 റൺസ് എടുത്ത് 8 വിക്കറ്റ് ബാക്കി നിൽക്കെ ചെന്നൈ ആവേശകരമായ വിജയം സ്വന്തമാക്കി. വിജയ റൺ നേടിയതിനു പിന്നാലെ ക്യാമറകൾ കാർത്തിക് ശർമ്മയിലേക്ക് തിരിഞ്ഞപ്പോൾ അവൻ വികാരഭരിതനായിരുന്നു. തന്റെ ആദ്യ IPL 50യും ടീമിന്റെ വിജയവും ആ കണ്ണുകളിൽ ആനന്ദാശ്രുക്കളായി പെയ്തിറങ്ങി. പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ കാർത്തിക് പറഞ്ഞ വാക്കുകൾ ഏതൊരു ക്രിക്കറ്റ് ആരാധകന്റെയും ഹൃദയത്തിൽ സ്പർശിക്കുന്നതായിരുന്നു. അതിങ്ങനെയായിരുന്നു: ഇന്ന് ടീമിനായി മികച്ചൊരു സംഭാവന നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ ബാറ്റിൽ നിന്ന് റൺസ് ഒഴുകി ടീമിന് വിജയവും ലഭിച്ചു. ഞങ്ങൾ ചാമ്പ്യന്മാരാകണം ആഗ്രഹിക്കുന്നതിനാലാണ് ഈ വിജയം ഞങ്ങൾക്ക് അനിവാര്യമായത്. ഈ വലിയ വിജയത്തിന്റെ പ്രധാന ക്രെഡിറ്റ് സഞ്ജുഭായിക്ക് കൂടിയുള്ളതാണ്. ഞാൻ ഇന്ന് പൂർണ്ണമായും സഞ്ജുഭായിയുടെ തന്ത്രങ്ങളാണ് മൈതാനത്ത് പിന്തുടർന്നത്. മത്സരത്തിന് മുൻപ് അദ്ദേഹം എന്നോട് ചില സുപ്രധാന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞാനത് അക്ഷരം പ്രതിപാലിച്ചു. സഞ്ജുഭായ് ശരിക്കും ഒരു മാസ്റ്റർ ക്ലാസ് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ അപാരമായ അനുഭവ സമ്പത്താണ് ഞങ്ങളുടെ ടീമിനെ ഇത്രയും മികച്ചതും ശക്തവുമാക്കുന്നത്. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വിജയം സ്വന്തമാക്കിയതും. എന്നാൽ അതിനുശേഷം മഹേന്ദ്ര സിംഗ് ധോണിയെക്കുറിച്ച് അവൻ പറഞ്ഞ കാര്യങ്ങളാണ് ആ വിജയത്തെ കൂടുതൽ മനോഹരമാക്കിയത്. ഞങ്ങൾക്ക് MS ധോണി സാറിനു വേണ്ടി ഈ കപ്പ് നേടണം. അദ്ദേഹത്തിന് വിജയത്തോടെ ഒരു യാത്രയയപ്പ് നൽകണം. മത്സരത്തിന് മുൻപ് ഞാൻ അദ്ദേഹവുമായി ദീർഘനേരം സംസാരിച്ചിരുന്നു. എന്റെ ബാറ്റിംഗ് ടെക്നിക്കുകൾ മെച്ചപ്പെടുത്താനും പന്ത് എവിടെ എങ്ങനെ അടിക്കണമെന്ന് മനസ്സിലാക്കി തരാനും ധോണി സാർ സഹായിച്ചു. കുട്ടിക്കാലം മുതൽ ആരാധിക്കുന്ന ഒരു ഇതിഹാസം നമ്മളിൽ വിശ്വസിക്കുമ്പോൾ ആത്മവിശ്വാസം താനെ വർദ്ധിക്കും. സത്യം പറഞ്ഞാൽ ധോണി സാർ എനിക്ക് ദൈവത്തെ പോലെയാണ്. അദ്ദേഹം മഹാനാണ്. മാത്രമല്ല മറ്റുള്ളവരെ മഹാന്മാരാക്കാൻ അദ്ദേഹത്തിന് നന്നായി അറിയാം. സമ്മർദ്ദഘട്ടത്തിൽ ടീമിനെ വിജയത്തിലെത്തിച്ച ഈ ഒറ്റ ഇന്നിംഗ്സിലൂടെ കാർത്തിക് ശർമ്മ താനൊരു ഭാവി വാഗ്ദാനമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഈ ഇന്നിംഗ്സ് അവന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയേക്കാം. ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ ഹീറോയുടെ ഉദയം കൂടിയാണ്. ചുരുക്കത്തിൽ ഇത് കേവലം ഒരു വിജയത്തിന്റെ കഥയല്ല, മറിച്ച് ഒരു യുവതാരത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ കഥയാണ്. ആ വിജയത്തിന് പിന്നിൽ സഞ്ജു സാംസൺ എന്ന മാസ്റ്റർ ക്ലാസിന്റെ തന്ത്രങ്ങളും ലോകം മുഴുവൻ MS ധോണി എന്ന് വിളിക്കുന്ന ഇതിഹാസത്തിന്റെ അനുഗ്രഹവും ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.